ശ്രദ്ധിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതിന് കാരണം. ഏരിയ എന്താണ്, എവിടുന്നാണ് കയറി പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ? അത് അവിടുന്ന് ഒരു സപ്പോർട്ടിൽ വന്നിട്ട് ഒരു എൻട്രി കിട്ടിയപ്പോ എടുത്ത് സപ്പോർട്ടിലൊന്നും പറയല്ല എന്റെ സ്റ്റേജിലെ. സപ്പോർട്ടാണെന്ന് ഷെഫില് പറഞ്ഞു. ഇത് കൗണ്ടർ ആണെന്നുള്ള ഞാൻ പറഞ്ഞായിരുന്നോ? കൗണ്ടർ ട്രെൻഡ് ആണെന്നുള്ള ഇനി ഞാൻ പറഞ്ഞല്ലോ. കൗണ്ടർ ട്രെൻഡ് ആണോ? അതെ. ആ, എന്തിനാ ട്രേഡ് എടുത്ത്? അത് കൗണ്ടർ ട്രെൻഡിൽ ഇത്രയും മൂവ്മെന്റ് വന്നിരുന്നു. കൗണ്ടർ ട്രെൻഡിന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടോ 50% കാര്യം പറഞ്ഞിട്ടുണ്ടോ? 50% താഴെ വന്ന് കയറിപ്പോയതിൽ പിന്നെ എന്തിനാണ് ട്രേഡ് എടുത്തത്? ഇതിൽ ഒരേ കാര്യം തന്നെ പല വട്ടം പറയുന്നുണ്ട് ഇതിലെ. പലവട്ടം എന്ന് വെച്ചാൽ പലവട്ടം പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, എനിക്ക് എന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. കാരണം നോക്കിയാൽ അറിയാം ഇത് എന്താണ് ആക്ച്വലി MSS കിട്ടേണ്ടത് ഇവിടെയാണ്. ഇത് ബ്രേക്ക് ആവണമെങ്കിൽ ആക്ച്വൽ MSS കിട്ടേണ്ടതാണ്. ഇതൊക്കെ ഇന്റേണൽ ആണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മൈനർ ആണെന്നുള്ളത് ഇന്റേണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഇത്രയും വലിയൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് വന്നിട്ട് ഇവിടെ ട്രേഡ് എടുത്ത് ലോസ് വരുത്തുക എന്ന് പറയുന്നത് തന്നെ എന്താ, ശ്രദ്ധിക്കണില്ലേ ഷെഫിലെ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ശ്രദ്ധിക്കണില്ലേ? എന്നും ഇത് തന്നെയാണ്. പിന്നെ പ്രോഫിറ്റിലായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഇരിക്കുന്ന ക്യാപിറ്റൽ കൊണ്ട് കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രദ്ധിക്കണില്ല. മൊബൈലിൽ എടുക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം മൊബൈലിൽ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചു വെക്കണം. അതിനാണ് ഇവിടെ പറയുന്നത്. എനിക്കത് ക്ലിയർ ആവണില്ല, എന്താണ് സംഭവിച്ചതെന്നൊന്നും ക്ലിയർ ആവണില്ല. അതിനാ സാർ അത് ഗോൾഡിന്റെ ചാർട്ടാണ് സാറേ. ഗോൾഡിന്റെ ചാർട്ട് തോന്നുന്നുണ്ട്. അല്ല, ഗോൾഡിന്റെ ചാർട്ട് അല്ല, BTC ഉണ്ട്, അതുപോലെ ഗോൾഡിന്റെ ഉണ്ട്. ക്ലിയർ അത് ഗോൾഡിന്റെതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വലിയ ഇതായത്തിന് ഇപ്പൊ 2 ഫോൺ ഉണ്ട് കയ്യില്. അപ്പൊ അതിൽ ഒന്നിലെടുക്കുമ്പോൾ ഒത്തിരി കൂടി പ്രശ്നമാവും അത്. ഓക്കെ. ഷാജാൻ ഓക്കെ പറഞ്ഞോളൂ. പ്രശ്നം ഷാജാൻ ഒരു ട്രേഡ് കിട്ടി. എത്ര വിപ്പിന്റെ ട്രേഡ് ആണോ ഷാജാൻ അത്? അതെ, അത് 190 ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ 0.02 എടുത്തിരുന്നുള്ളൂ. അതൊന്ന് കുറച്ചെടുത്തു അല്ലേ? ഞാനത് സാധാരണ 1 മിനിറ്റിൽ ചെയ്യാത്തതാണ്. അപ്പൊ എനിക്കൊരു ഇതായോണ്ട് ഞാൻ അത് കുറച്ചതാണ്. കുറച്ച് കേറി പോണ വരെ പിടിച്ച് നിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്താണ്. അപ്പൊ ഞാൻ കുറച്ചെടുത്തത്. നല്ല ഗംഭീര ട്രേഡ് കിട്ടിയില്ലേ? കറക്റ്റ് അവിടെ നിന്ന് റിട്ടേൺ വരികയും ചെയ്തു. ഇവിടുന്ന് കറക്റ്റ് അല്ലേ? ഇതിലൊരു ഹൈ ഉണ്ടായിരുന്നു. ഹൈ ഉണ്ട്, പിന്നെ ഇത് ഇറങ്ങുന്നത് ഇംബാലൻസ് കറക്റ്റ് മുട്ടിയിട്ട് ഇറങ്ങുന്നത്. ഇംബാലൻസ് കുറച്ചുകൂടി കയറി ഇറങ്ങുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തു. കറക്റ്റ് മുട്ടി. ഈ കഴിഞ്ഞ ബ്രേക്കിൽ മുട്ടിയിട്ട് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. 41 വെച്ചായിരുന്നു. 41.5 അത് കണ്ടില്ലേ? മാർക്കറ്റ് ഇംബാലൻസിൽ നിന്ന് ഇതിന്റെ ലോ എടുത്തിരുന്നു. കണ്ടിരുന്നോ? ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതിന്റെ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ആയിരുന്നു അത്. അതിന്റെ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് അതിന്റെ തേർഡ് ടച്ച് ഒക്കെ ഇങ്ങനെ വലിച്ചു മുട്ടിച്ചിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ 1 മിനിറ്റ് വരെ പോണ്ടി വന്നല്ലേ? പക്ഷെ ഇങ്ങനെ വരുന്നൊരു അവസ്ഥയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സാധാരണ ഒന്നുകൂടി ഇറങ്ങാനുള്ള സാധ്യത കാണും. ഈ ഒരു ലെവലിലേക്കൊക്കെ ഇറങ്ങും. ഇങ്ങനത്തെ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ കുറച്ച് താഴെ വന്നിട്ട് പിന്നെ കയറി പോകുമ്പോഴാണ് ഞാൻ പിന്നെ എടുത്തല്ലേ? അല്ല, ഓൾറെഡി നമുക്ക് അവിടെ എത്തും, ഇംബാലൻസിൽ എത്തും എന്നുള്ളതായിരുന്നു. ഡേ തന്നെ വിസിബിൾ ആയിരുന്നു. അല്ലോ, ഇംബാലൻസിൽ എത്താനുള്ള ഇത് തന്നെ ഡേ തന്നെ വിസിബിൾ ആയിരുന്നു. പിന്നെ കാലത്തൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ആരിഫ് ഇതെന്താ സംഭവിച്ചത്? ആരിഫിന്റെ ഞാൻ കാണിച്ചു തരാം. ആരിഫ് ക്ലാസ്സുകളിൽ മിസ് വരുന്നതിന്റെ പ്രശ്നമാണ് ആരിഫ്. ഇതല്ല, ഇതെന്താ ആരിഫ് സംഭവിച്ചത്? അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് ഇത് ഏതാ ഏരിയ? ഇതിനെന്താ പറയാ? ഇതാണ് ഇംബാലൻസ്. ബാലൻസിൽ നിന്നിട്ട് ഇറങ്ങി വന്നതാണത്. വേറെ ബാലൻസ് പ്ലസ് റെസിസ്റ്റൻസ് ഉണ്ട്. അതൊരു എക്സ്ട്രാ ഇതുണ്ടായില്ല. ക്ലിയർ ആയില്ലേ? ഓക്കെ സാർ. ഇല്ല സാർ, ക്ലിയർ ആയില്ല. എന്താ ക്ലിയർ ആവാഞ്ഞ്? ഓക്കെ സാർ. അല്ല, എന്താ ക്ലിയർ ആവാത്തത്? അതാ ചോദിച്ചത്.
ഞാനത് സൂം ചെയ്ത് നോക്കി, ഇങ്ങനെ സൂം ചെയ്യാൻ വേണ്ടിട്ടേ ഏ, ഫോണില്. ഓക്കെ സാർ. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞോളൂ എന്താ ക്ലിയർ ആവാത്തത്. നമ്മളെന്നും പറയുന്നതാണ് ക്ലാസ് മിസ്സാവുന്നതിന്റെ പ്രശ്നമാണത്. നിങ്ങൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ കയറാത്തതിന്റെ പ്രോബ്ലം ആണത്. അല്ല സാറേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയിരിക്കായിരുന്നു സാറിന്റെ മറ്റേ കഴിഞ്ഞ 2 ആഴ്ച. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലാണ്, ഒരു എമർജൻസി ആയിട്ട് പോയതാ. അപ്പൊ ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ഈ ആഴ്ച ജോയിൻ ചെയ്തിട്ടുള്ളൂ, ഇവിടെ തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് മിസ്സായിരുന്ന ക്ലാസ്. ഓക്കെ, ക്ലാസ് മിസ്സാവാന്നല്ല, ഇംബാലൻസ് ക്ലാസ്സിൽ ഞാൻ കയറിയിരുന്നു. പക്ഷെ എനിക്ക് അത്ര അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചിലപ്പോ ഹോസ്പിറ്റലിലായിരിക്കും ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ. ഇംബാലൻസിൽ നിന്ന് റിട്ടേൺ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലേക്ക് മിനിമം എത്താനുള്ള സാധ്യതയുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസിൽ നിന്നുള്ള ഇത്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു ഇമ്പൾസീവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇടയിലൊക്കെ ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യണം. ഓ, ഞാനത് നോക്കിയപ്പോൾ എനിക്ക് ഇമ്പൾസീവ് മൂവ്മെന്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ എടുത്തത്. അതെ അത് ഞാൻ പറഞ്ഞ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മൾ ഏറ്റവും താഴെയുള്ള ആ ലോല് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന്റെ ആ ഭാഗം വരെ വന്നിട്ട് പിന്നെ തിരിച്ചു കയറുമെന്ന് വിചാരിച്ചു. തിരിച്ചു കയറി, പക്ഷെ അതിനും കുറച്ചുകൂടി താഴെ പോന്നിട്ട് തിരിച്ചു കയറി. ഓക്കെ, കുഴപ്പമില്ല. അത് പറഞ്ഞ പോലെ മനസ്സിലാക്കുക, തുടക്കമായതുകൊണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ സാർ. സാറേ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ? ഓക്കെ, ചോദിച്ചോളൂ, ഡൗട്ട് ചോദിച്ചോളൂ. അല്ല സാറേ, ഞാൻ ഈ ഒരാഴ്ചയും കൂടി വരച്ചിട്ടിട്ട് പിന്നെ അടുത്ത ആഴ്ച മുതൽ ട്രേഡ് എടുത്താൽ മതിയോ? ഓക്കെ, ഒരാഴ്ച വരച്ചിട്ടു, അടുത്ത ആഴ്ച. അപ്പൊ എന്നെ ലെവൽ 2 മാറ്റും. അപ്പൊ ഞാൻ ഡൗട്ടില് ഞാൻ വരച്ചിട്ട് ഇടാം. ഓക്കെ, ഷുവർ. ഓക്കെ. ഓക്കെ, അപ്പോ ഇതിപ്പോ നോക്കിയാൽ ഇത് ആക്ച്വലി ഒരു സക്സസ്ഫുൾ ട്രേഡാണ്. ഇതൊക്കെ നമുക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. ഒന്ന് എന്താണ്, 2 തവണ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? സുരജ് ഇല്ല ഇവിടെ? സുരജ് ഉണ്ടോ? സുരജ് ഉണ്ട്. 2 തവണ നമുക്ക് വന്നിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? മുകളിൽ നിന്നിട്ട് ഒരു എന്ത് തന്നിട്ട് ടെസ്റ്റ് വന്നിട്ട് ആ ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് വീണ്ടും ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം എന്താണ്, സോളിഡ് റെസിസ്റ്റൻസ് ആണ്. സോളിഡ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഒരു ട്രേഡ് കൂടെ സക്സസ് ആയിട്ടുണ്ട്, ഞാൻ കണ്ടിരുന്നു. അത് സക്സസ് ആയിട്ടുള്ള ട്രേഡാണ്. ടി പി അല്ലേ അത്? ടി പി ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേറെ ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്, വേറെ ഡൗട്ടൊന്നും വേണ്ട. ഇത്രേ ഉള്ളൂ ഇന്നിപ്പോൾ അനാലിസിസ് ചെയ്യാനുള്ള ചാർട്ടിൽ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ട്രേഡ് എടുത്ത ആളുകളുടെ പേര് ആരൊക്കെ എടുത്തിട്ടുണ്ട്? യാസർ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അദ്നാൻ എടുത്തിട്ടുണ്ട്, യാസർ എടുത്തിട്ടുണ്ട്, ഷമ്മാസ് എടുത്തിട്ടുണ്ട്, റാഷിദ്, ആരിഫ് എടുത്തിട്ടുണ്ട്, സുരാജ് എടുത്തിട്ടുണ്ട്, ഷെല്ല. 1 2 3 4 5 6 പേരുന്ന ട്രേഡ് എടുത്തിട്ടുണ്ട്. എന്റെ PNL ഇട്ടിട്ടില്ല, ഞാൻ പുറത്തായോണ്ട്. 7 പേര് ട്രേഡ് എടുത്തിട്ടുണ്ട്. അനാലിസിസ് 10 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു, പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനോ എടുക്കാനുണ്ടോ? ഈ വൈകുന്നേരം അനാലിസിസ് പറയുമ്പോ രാവിലത്തെ ഒരു സൂചന ഇനി നൈറ്റിൽ എന്താണ് ഉണ്ടാവാൻ പോണ ഇതുവരെ ഇന്നത്തെ മാർക്കറ്റിന്റെ മൊത്തം വെച്ചിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. കാരണം വൈകുന്നേരം രാത്രിയാണ് പലപ്പോഴും കുറച്ചു നേരം ഇരിക്കാൻ പറ്റുക സിസ്റ്റത്തില്. നൈറ്റില് ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരും എടുത്തിട്ടുണ്ടാവും വിചാരിക്കാം അല്ലേ? ഇന്നലെ നല്ല മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നിർത്തിപ്പോയതിനു ശേഷം നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഒരു ബ്രേക്ക് വന്ന് ഇവിടം വരെ എത്തി താഴെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് സോറി, ഞാനിപ്പോ ഫോർവേഡിന്റെ അടുത്ത് ഇന്നലെ ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടം വരെ വന്നു കഴിഞ്ഞ് കുറച്ചു നേരം നിന്ന് വീണ്ടും ഞാൻ കാലത്ത് വരുന്നേക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്നിപ്പോ സംഭവിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു സ്ലോലി ബിൽഡിംഗ് ആണ്, അപ്സൈഡിലേക്കുള്ള ബിൽഡിംഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 1 അവറിലേക്ക് നോക്കാം. സ്ലോലി അപ്സൈഡിലേക്ക് ഒരു ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മുകളിൽ നിന്ന് ഇന്നിപ്പോ അനാലിസിസ്, പ്രീ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ മുകളിലൊന്നും ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറച്ചും കൂടി മുകളിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്.
ഞാൻ വിചാരിച്ചിരുന്നു അതിൻ്റെ ഒരു 50% അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്നു. ഇംബാലൻസിന്റെ പ്രത്യേകത ഞാൻ പലതവണ പറഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇംബാലൻസ് ചില സമയത്ത് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പറഞ്ഞ ഒരു മുകളിൽ ചെന്നൊരു ഒരു ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ മൊത്തത്തിൽ എടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഇംബാലൻസിൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല സത്യത്തിൽ എവിടുന്ന് വരുന്നുള്ളൂ. ആ ഒരു ഏരിയയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ സംഭവിച്ച കാര്യം അതായിരുന്നു. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് ഒരു ഇംബാലൻസ് എടുത്ത് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ താഴെയാണ്. ഇതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതാണ്, ഈ ഒരു ഏരിയയിലേക്കാണ് ഓപ്പർച്യൂണിറ്റി. ഇതിന്റെ മുകളിലൊരു ഇംബാലൻസ് ഉണ്ട് കേട്ടോ, ഓൾറെഡി എടുത്തിട്ടുണ്ട്, എങ്കിലും ചെറിയൊരു പീസ് ഉണ്ട് അവിടെ, അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ ഉണ്ട്. പീസ് നല്ല ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പൊ ഇതിന്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെ, ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി നമുക്കൊരു പെർഫെക്റ്റ് ഏരിയ ഒരു പക്ഷെ ഇവിടെ നിന്ന് നമുക്കൊരു എന്ത് ചെയ്തെടുക്കാം, ഇവിടെ നിന്നൊരു എൻട്രി നമുക്ക് വേണമെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റിന് എടുക്കാം. ഇതാണ് അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫെക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ഐ മീൻ എൻട്രിക്ക് വേണ്ടിയുള്ള ഏരിയ. പെർഫെക്റ്റ് ഏരിയ എന്നല്ല പറയുന്നത്, എൻട്രിക്കുള്ള ഏരിയ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഏരിയയിലേക്ക് കയറി ഇവിടെ നിന്ന് ഇംബാലൻസ് എടുത്ത് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു. ഇവിടുന്ന് ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്ത് ചെയ്യാം, ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം. ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും ഇതേ പാറ്റേൺ നോക്കിയാൽ കാണാം. ഇതേ പാറ്റേൺ ഇന്ന് മോർണിംഗിൽ സംഭവിച്ചിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ അനാലിസിസ് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇതേ പാറ്റേൺ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒന്ന് മുകളിൽ കയറി പോയി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വരും. അങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ ഇപ്പോൾ സ്ട്രക്ചർ ഇത് തന്നിട്ടുണ്ട് 1 മിനിറ്റിലാണ് കേട്ടോ. അപ്പൊ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് വരികയാണെങ്കിൽ ഒരു SL കണ്ടിട്ട് വെക്കണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഏരിയ ആണ്, എൻട്രി എടുക്കാനുള്ള ഏരിയ ആണ്. പക്ഷെ പെർഫെക്റ്റ് ഏരിയ എന്ന് ഞാൻ പറയില്ല, എൻട്രി ഏരിയ നല്ലൊരു ഏരിയ ഇതാണ്. അപ്പോ ഓൾറെഡി ഇംബാലൻസ് എടുത്തും പോയിട്ടുണ്ട്, 1 മിനിറ്റിലാണ് ഓൾറെഡി ഇംബാലൻസ് എടുത്ത് പോയിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ഏരിയ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ഏരിയ എന്നല്ല, നല്ലൊരു ഐ മീൻ പെർഫെക്ഷൻ അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ, പെർഫെക്റ്റ് ഏരിയ അല്ല, പക്ഷെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇതിൽ ഇവിടുന്ന് എവിടുന്നെങ്കിലും, ഞാൻ ഇവിടുന്ന് എവിടുന്നെങ്കിലും എന്ന് പറയും, ഇവിടുന്ന് എവിടുന്നെങ്കിലും നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാണ് ഹൈ. ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ വെക്കാം, സെക്കൻഡ് ടാർഗറ്റ് ഇതിൽ വെക്കാം. അപ്പോഴും അത്യാവശ്യം മോശമില്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി 100 വിപ്പിന്റെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇവിടേക്ക് വരികയാണെങ്കിൽ 130 വിപ്പിന്റെ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇതിൽ. ഇനി ഇത് പോവുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു 30 വിപ്പ് അല്ലെങ്കിൽ ഒരു 30 വിപ്പിന്റെ ഒരു അല്ലെങ്കിൽ 40 വിപ്പൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് വരുമ്പോൾ 40 വിപ്പ് 45 വിപ്പിടോ 45 വിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ക്യാൻഡിൽ നല്ല രീതിയിൽ ക്ലോസ് ആവണം കേട്ടോ, ഇതുപോലെ ക്ലോസ് ആവണം, നല്ല വലിയ ക്യാൻഡിലുകളായിരിക്കണം ക്ലോസ് ആവണം. അപ്പോൾ നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോഴും ഈ പോയ ഒരു സ്റ്റോപ്പ് ലോസിന് എനിക്ക് തോന്നുന്നു ഇവിടെ അതിന്റെ ഇരട്ടി തിരിച്ചെടുക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഇരട്ടി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഏരിയയിലേക്ക് 15 മിനിറ്റ്സിൽ വെക്കാം. നേരത്തെ പറഞ്ഞ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ 1 അവറിലല്ല 15 മിനിറ്റ്സിലാണ്. ഈ ഏരിയയിലേക്ക് എത്തുന്നതാണെങ്കിൽ, ഈ ഏരിയയിലേക്ക് എത്തണമെന്നില്ല, പകുതിക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് പോയാലും കിട്ടും. അപ്പോ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൽ. പക്ഷെ ഒരു ബൈക്കാണെങ്കിലും ഒരു നല്ലൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. സെല്ലിനാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്തും വരും വേണം. ഇപ്പൊ ഇതേ പറയാൻ പറ്റുള്ളൂ. ഷാജ ക്ലിയർ ആയോ? അല്ല, ഇത് വലിയ ടൈം ഫ്രെയിമില് ഇപ്പൊ 1 അവറില് വലിയ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് ലൈനില് അല്ല ട്രെൻഡ് ലൈൻ തേർഡ് ടച്ച് ആയിട്ട് വരുന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടോ? ഇവിടുന്ന് ഇപ്പൊ ഓൾറെഡി ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല നിങ്ങൾക്ക്? ഇല്ലല്ലോ, എത്തിയില്ലല്ലോ, അവിടേക്ക് എത്തിയില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ പ്രീവിയസ് നല്ല ഹൈറ്റ് ഇതിലാണ്, നല്ല ടാർഗറ്റ് കിട്ടും എങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് മോളിക്കല്ലേ ഇവിടേക്ക് എത്താൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ഇപ്പോഴും നല്ല ഫോൾ അല്ലേ സംഭവിക്കുന്നത്, നല്ല ഫോൾ അല്ലേ സംഭവിക്കുന്നത്. അപ്പൊ ഇപ്പോഴും നോക്കിയാ ഇതിപ്പോ ടോട്ടൽ ട്രെൻഡിന്റെ ഇപ്പൊ 61.8 ഒക്കെ ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട് തോന്നുന്നു. നോക്കട്ടെ, ടോട്ടൽ ട്രെൻഡിന്റെ ഞാൻ കുറവ് നോക്കാം. അതിന്റെ അല്ല, ഇത് 70 എടുത്തുണ്ടായിരിക്കും. ഇത് 70 എടുത്തല്ലേ? എടുത്തുണ്ടാവും 70%. ഏറ്റവും ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോഴത് മുകളിൽ നിന്ന് ബോട്ടത്തിൽ നോക്കുമ്പോ അല്ല 61 പോയിരിക്കുന്നത് അല്ലെ?
61 പോയിട്ട് അതെ. കണ്ടില്ലേ ഇന്നിപ്പോ താഴത്തേക്ക് തന്നെയാണ് വരാനുള്ള ഒരു ഇതിൽ നിൽക്കുന്നത്. ഇപ്പൊ ഹയർ ടൈം ഫ്രെയിമിൽ താഴത്തേക്കാണ് കണ്ടില്ലേ. ഹയർ ടൈം ഫ്രെയിമിൽ ഇനിയിപ്പോഴും താഴത്തേക്കാണ് കിടക്കുന്നത്. കാരണം മോളിൽ പോയിട്ട് സപ്പോർട്ട് എടുത്തു, ആ ഒരു ഇംബാലൻസ് നിന്ന് എടുത്തു. അപ്പൊ ഹയർ ടൈം ഫ്രെയിമിലേക്ക് താഴത്തേക്കാണ് വരുന്നത്. അപ്പോ ആ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒക്കെ അതായത് ഇപ്പോൾ ഡയന്ന് മുതൽ ഇപ്പോൾ മുകളിൽ നിന്ന് ഇപ്പോൾ എടുത്തു കണ്ടില്ലേ. നേരത്തെ ഇപ്പോൾ നമ്മൾ കണ്ട ഇംബാലൻസ് എടുത്ത് മുകളിൽ നിന്ന് വന്നു കഴിഞ്ഞ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ ഇതാണോ സംശയമുണ്ട് കേട്ടോ. നോക്കട്ടെ. എടുത്തു അല്ലല്ല എടുത്തു താഴത്തേക്ക് 4 hour താഴത്തേക്ക് 1 hour താഴത്തേക്ക് 30 minutes താഴത്തേക്ക് 50 minutes മുതൽ കൺഫ്യൂഷൻ തുടങ്ങുന്നുണ്ട് നമുക്ക്. 50 minutes ചെറിയ ടൈം ഫ്രെയിമിലൊക്കെയാണ് മോളിക്ക് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് അപ്പോ ഇപ്പൊ ഹൈ ടൈം ഫ്രെയിമിന് അപ്പൊ നമ്മൾ ഹൈ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ മതി. ഹൈ ടൈം ഫ്രെയിമിൽ അപ്പൊ നോക്കിയാൽ മതി. ഈ ഒരു ഇതിന്റെ താഴത്തേക്ക് ക്ലോസ് വരുമോ നോക്കുക. ഈ ലൈനിന്റെ താഴത്തേക്ക് ക്ലോസ് വരികയാണെങ്കിൽ നമ്മൾ സെല്ലിന് വേണ്ടി നിൽക്കാം. സെല്ലിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഹൈ ടൈം ഫ്രെയിം 4 hour ഇത് ഈ ഒരു ഏരിയ നോക്കിയോളൂ. ഈ ഒരു ഏരിയ ബാലൻസ് അല്ല, ഇവിടെ നമ്മളൊരു ഇതെടുത്ത് പോയതാണ് കണ്ടില്ലേ. ഒരു സിംഗിൾ ക്രിയേറ്റ് ചെയ്തതിന്റെ ഇവിടെ ഒരു ടെസ്റ്റും വന്നിട്ടുണ്ട്. അതൊരു ഏരിയ നോക്കിയോളൂ. ചിലപ്പോൾ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയയിൽ നിന്നൊക്കെ പണിയാവും. അപ്പൊ മറ്റേ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് 78.6 ഇംബാലൻസ് എടുക്കുന്നത് കണ്ടില്ലേ. 78.6 ഇംബാലൻസ് എടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഒന്ന് ഈ ഒരു ലൈനിന്റെ താഴത്തേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഇതിന്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴത്തേക്ക് വന്നിട്ട് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ആണെങ്കിൽ വീണ്ടും താഴത്തേക്ക് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഈ മറ്റൊരു കാര്യം കൂടി പറയാം. ഫണ്ടമെന്റലി എന്ന് വെച്ചാൽ ന്യൂസ് ബേസ്ഡ് ആണെങ്കിൽ ഇപ്പോ ഗോൾഡിന് നല്ല കാലമല്ല. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ട്രംപ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത് ഒരു പഴയ പുലിനെയാണ്. അപ്പൊ പഴയ പുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രംപിന്റെ ഒരു വിശ്വസ്തനായ ഒരാളെയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആയിരുന്നു ആ വീഴ്ച കണ്ടത്. ഒരു ന്യൂസ് ഇല്ലാണ്ട് വലിയൊരു വീഴ്ച കണ്ടത് അതായിരുന്നു. പിന്നെ അതുമാതിരി ലെബനാൻ ഇസ്രായേല് ഒരു ട്രീറ്റിയും സൈൻ ചെയ്യുന്നുണ്ടെന്നോ സമാധാനം. അതെ. അപ്പൊ അതും ഒരു പക്ഷെ ഗോൾഡിന് നല്ല കാലമല്ല. യൂഷ്വലി നോക്കുന്ന സമയത്ത് ഗോൾഡിന് നല്ല കാലമല്ല. കൊറേ കാലം മുകളിലേക്ക് തന്നെ പോയതല്ല. അല്ല, ഗോൾഡ് ആക്ച്വലി നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇറങ്ങാൻ കുറേ ഏരിയകളുണ്ട്. ഗോൾഡ് കുറേ ഏരിയാസ് ഉണ്ട്. ഇതിന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇവിടെ ആയിരുന്നു അവസാനമായിട്ട് ഗോൾഡ് ഒരു കളി കളിച്ചത്. ഇതിന് താഴത്തേക്കൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കണ്ടില്ലേ. 1000 ഞാൻ പറഞ്ഞില്ലേ, 1000 ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ ട്രേഡ് ചെയ്ത ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഇവിടെയൊക്കെ ഇവിടുന്നൊക്കെ ഞാൻ ട്രേഡ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്റെ സ്റ്റോപ്പ് ലോസ് കൊണ്ടുപോയ ഏരിയ എന്ന് പറഞ്ഞു. അത്ര റേഞ്ച് ഒക്കെ ഇനി ഒരു താഴോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ടോ? ഈ 2000 റേഞ്ചിലൊക്കെ വരുമോ? പറയാൻ പറ്റില്ല. നമുക്കത് പറയാൻ പറ്റില്ല. ബിറ്റ്കോയിൻ 100 ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ നിക്കാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങി, തൊട്ട് താഴത്തേക്ക് ഇറങ്ങി വീണ്ടും 92ന്റെ അവിടെ 92ന്റെ അവിടെ നിൽക്കുന്നത്. ബിറ്റ്കോയിൻ പക്ഷെ കയറും തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ഗോൾഡിന്റെ പറഞ്ഞല്ലേ, ഗോൾഡ് ഇപ്പൊ ഇന്നിപ്പോ ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ്. നെഗറ്റീവ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഇന്നൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഇതിന് താഴെയാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ മിക്കവാറും നാളേക്ക് നോക്കിക്കോളൂ ഇംബാലൻസ് പകുതിയോളം കടക്കും. നമ്മൾ വരച്ചാല് ഏറെക്കുറെ ഇവിടേക്ക് എത്തുന്ന ഒരു സ്ട്രോങ് ഏരിയയിലേക്ക് എത്തും. ഇന്നൊരു നെഗറ്റീവ് ആണെങ്കിൽ നാളെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. നാളെ ഒരു സെല്ലിംഗ് പ്രഷർ കാണും. ഇന്നയാണ് മറ്റന്നാളാണ് ശരിക്കും മാർക്കറ്റ് കഴിഞ്ഞാൽ മോളിക്ക് താഴത്തേക്ക് എല്ലാം കാണുമ്പോഴൊന്നും നമുക്ക് മോളിക്ക് പോകുന്ന ഒരു വിധത്തിലില്ല. കണ്ടില്ലേ, ഇത്രയും ബിൽഡ് ചെയ്ത് പോയിട്ട് ഒരൊറ്റ അടിക്കാണ് ഇതായി. ഇന്നലെ ഇട്ട ക്യാൻഡിലല്ല അത്, ഇന്നലെ കൊണ്ടുവന്നിട്ട ക്യാൻഡിലല്ല. ഇന്നും കണ്ടില്ലേ, ഇന്നിപ്പോ മോളിക്ക് പോകാനുള്ള എല്ലാ സപ്പോർട്ടും എടുത്തിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ എന്നിട്ടും അത് കയറി പോയിട്ടില്ല. ഇപ്പൊ ഗോൾഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷെ എപ്പോഴും ഗോൾഡ് ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. അതാണ് വേറൊരു കാര്യം. ഗോൾഡ് ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല. കാരണം എന്തെങ്കിലും ചെറിയ ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ ഭയങ്കര പോക്കും. അപ്പൊ ഇതാണ് ഇപ്പൊ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോ 4 hourലേക്ക് നോക്കുകയാണെങ്കിൽ 1 hourലേക്ക് നോക്കാം. 1 hourലേക്ക് നോക്കുമ്പോഴൊക്കെ 1 hour ഒക്കെ താഴത്തേക്ക് തന്നെയാണ്. 1 hour ഒക്കെ താഴത്തേക്ക്, ആ ഒരു സപ്പോർട്ട് എടുത്ത് നോക്കണ്ട. 1 hour താഴത്താണ്. 50 minutes മുതൽ 30 minutes മുതലൊന്ന് 30 minutes 1 hour ഒക്കെ 50 minutes മുതലൊന്ന് മോളിക്ക് കാണിക്കുന്നുണ്ട്.
1 അവറില് ഈ പറഞ്ഞ മാതിരി സെല്ലിന്റെ നമ്മളുടെ സ്ട്രാറ്റജി വരുന്നില്ലേ? വരുന്നുണ്ട് 1 അവറിൽ കറക്റ്റ് തന്നെ എടുത്തല്ലോ, വന്നില്ലേ, കിട്ടിയില്ലേ അത്? കിട്ടിയില്ലേ അല്ലേ? 1 അവറില് ഞാനത് കിട്ടി. 1 അവറിൽ കിട്ടിയിട്ടുണ്ട്, ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. അത് ഇംബാലൻസിൽ വന്ന് ഇനി വേറെ നെക്സ്റ്റ് ഇവിടേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലൻട്രി കാണാം. പക്ഷെ നമ്മൾ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കട്ടെ, എന്തെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുകളിലേക്കാണ് കാണിക്കുന്നത്, കുറച്ച് മുകളിലേക്ക് കാണിക്കാം. ചെറിയ ടൈം ഫ്രെയിം കുറച്ച് മുകളിലേക്ക് കാണിക്കാം. അത് ഞാൻ ഇവിടെ വരെ ഒരു ടാർഗറ്റ് പറഞ്ഞത്. അല്ല ഇതും വേണമെങ്കിൽ മുകളിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാല് കിട്ടില്ലേ? കിട്ടാവുന്നതാണ്. ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും, ഉം. ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും, ഇതിലൊരെണ്ണം കിട്ടിയിട്ടുണ്ടാവും. 1 മിനിറ്റ് അല്ലേ, അത്യാവശ്യം നല്ല. വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ മോളിക്ക് പോകുന്നതിനൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ടേ, ഒക്കെ നോക്കിയാൽ കാണാം. നല്ല വീട്ടിലാണ് കൊണ്ടുവന്നത്. മുകളിൽ ഇതൊക്കെ ബിൽഡ് ചെയ്ത് പോയതൊക്കെ നോക്കി, ഇവിടെ നിന്നൊക്കെ ബിൽഡ് ചെയ്ത് പോയത് കണ്ടോ, താഴത്തേക്ക് അടിച്ചത്. ഇത് 1 മിനിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. 5 മിനിറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഇത്രയും കൃത്യം കണ്ടില്ലേ. എന്ത് ബിൽഡ് ചെയ്ത് പോകുന്നു അതിനൊക്കെ ഇത്രയും വലിയ പോയതിനൊക്കെ അവിടെ നിന്നൊക്കെ താഴത്തേക്ക് ഒക്കെ കൊണ്ടുവന്ന് ഇടുകയാണ്. ഭയങ്കര ഫാസ്റ്റ് ആണ്. ഭയങ്കര ഫാസ്റ്റ് ആണ് മോളിക്കൊണ്ട്. ഇനിയിപ്പോ ഇവിടെ നിൽക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞില്ലേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതാണ് ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്നത്, കണ്ടില്ലേ. ഈ ഏരിയയിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ കൊണ്ടുവരുന്നതൊക്കെ മോളിക്ക് എങ്ങനെ ബിൽഡ് ചെയ്ത് പോയാലും അത് താഴോട്ടേക്ക് കൊണ്ടുവന്ന് ഇടും മാർക്കറ്റ്. അപ്പോ അത് ബൈ നോക്കാതിരിക്കും. ബൈ നോക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് തോന്നില്ല ഇങ്ങനെ ബൈ എടുക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ നല്ല ക്ലിയർ മൂവ്മെന്റ് ആയിരുന്നു. അത് കണ്ടെന്ന് ഒറ്റയടിക്ക് താഴ്ത്തിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബോർഡിന്റെ അങ്ങനെ ചോദിച്ചോളൂ സാറേ. ആ 5 മിനിറ്റ് നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടുള്ള എൻട്രി അല്ലേ സാറേ വരുന്നത് ഇപ്പൊ താഴോട്ട് സെല്ല്? 2.5 സാധ്യതയുണ്ട്. നമ്മുടെ ഇപ്പൊ സാറ് പറഞ്ഞ ഏരിയയിലോട്ട് അവിടം വരെയെങ്കിലും വരില്ലേ ഇത്? പറയാൻ പറ്റില്ല, കാരണം ഇവിടെ വന്നിട്ട് ഇംബാലൻസ് എടുത്തു, മാർക്കറ്റ് ഇംബാലൻസ് എടുത്തില്ല. ചിലപ്പോൾ മോളിലേക്ക് പോകാൻ ആ ഒരു സാധ്യത. ക്യാൻഡിലിന്റെ വിക്ക് വന്നിടം വരെ പറയാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി എടുത്തിരിക്കുന്ന കയറി പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്നാണ് കയറി പോകുന്നത്. ടാർഗറ്റ് ഞാൻ ഇതിപ്പോ ഹയർ ടൈം ഫ്രെയിമിൽ കാണിക്കുന്ന ടാർഗറ്റ് ഇതാണ് ഞാൻ വരച്ച്. ലോവർ ടൈം ഫ്രെയിമിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ ലെവലിലേക്ക് എത്തണം, മിനിമം ഇവിടേക്ക് എത്തണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്കൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ നോക്കാം. ഇതിലൊക്കെ വരുന്ന സമയത്ത് എൻട്രി നോക്കാം. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുതായിരിക്കും. ഇത്രയ്ക്ക് സ്റ്റോപ്പ് ലോസ് വരും. ഞാൻ തിരിച്ചത് ചെയ്യും സാർ. അപ്പം പക്ഷെ അത് ചെറിയ ടൈം ഫ്രെയിമിന്റെ അല്ലേ പിന്നെ ഇംബാലൻസ് കിടക്കുന്നത് അവിടെ എടുത്തിട്ട് പോയത്. അപ്പൊ സാർ പക്ഷെ ആ സാധനം ഇറങ്ങി വരുന്നത് വലിയ ടൈം ഫ്രെയിം എന്ന് സാറ് പറഞ്ഞ നമ്മളെ പ്രീ അനാലിസിസ് പറഞ്ഞ് ആണെങ്കിൽ പോലും ഇങ്ങനെ വരില്ലല്ലോ. അത് എടുത്തല്ലേ പോവുള്ളൂ. എടുത്ത് ഇങ്ങനെയല്ലേ വരുള്ളൂ. അല്ല, ഞാൻ ആ ട്രേഡിലാ ഉള്ളത്, അതാ ചോദിച്ചത്. എടുത്തല്ലേ വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ വരുന്നത് വലിയ ടൈമിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഓൾറെഡി. ഇല്ലേ, ക്രിയേറ്റ് ചെയ്തില്ലേ, ബ്രേക്ക്ഔട്ട് വന്നു, മാർക്കറ്റിൽ വന്ന് ഇത് നിൽക്കുന്നുണ്ട് ഇല്ലേ. അപ്പോ ഇവിടെ സ്ട്രെങ്ത് കൂട്ടിയിട്ടുണ്ട് ഇല്ലേ, ഇവിടെ സ്ട്രോങ് ആയി. ഇവിടുന്ന് വന്നിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ നോക്കുമ്പോൾ 15 മിനിറ്റ്സ് 1 അവറിനെ അവരുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്നാണ് വന്നിരിക്കുന്നത് വ്യത്യാസം. അപ്പോൾ 1 അവറിന്റെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് 1 അവറിന്റെ ഹയർ ടൈം ഫ്രെയിമിൽ 1 അവറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബാലൻസിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കണ്ടില്ലേ, കണ്ടോ എത്തിയില്ലേ. അതെ അതെ എത്തിയില്ലേ. അപ്പൊ എടുത്തെടുത്തു, അതാ ഞാൻ പറഞ്ഞത്. ഇതെടുത്തു, ഇവിടെ വന്ന് താഴത്തേക്ക് എടുത്തു. ഇതന്നെയല്ലേ ചോദിച്ചത്, തന്നെയാണോ ചോദിച്ചത്? മനസ്സിലായോ? ഇപ്പൊ ചോദിച്ചാലാണ് ധനരാജ് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായോ? റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ, ഒരു ഇംബാലൻസ് ഇവിടെ വന്ന് എടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വരുമ്പോൾ വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, അടുത്ത മാർക്കറ്റ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെ 1 അവറിന്റെ ആണ് എടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ 5 മിനിറ്റ്സിന്റെ കാണണം. 5 മിനിറ്റ്സിന്റെ കാണുമ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്ലിയർ ആയോ? ഇനിയിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണം. എന്താണ് ഈ സിസ്റ്റം? എന്താണ്? റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്,
സപ്പോർട്ട് വീണ്ടും റെസിസ്റ്റൻസ്. ഈ ഒരു സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യും. നമ്മുടെ സ്ട്രാറ്റജി അല്ലാതെ ഈ ഒരു സിസ്റ്റം വേണമെങ്കിൽ അപ്ലൈ ചെയ്യും. ഇത് സപ്പോർട്ട് ഔട്ട് അത് നമ്മുടെ സ്ട്രാറ്റജിക്ക് ഫേവറബിൾ ആവും. കാരണം എന്താണ്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫേവറബിൾ. അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ എന്തായിരിക്കാം, നിങ്ങളിപ്പോൾ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വരുന്നത്, സ്റ്റോപ്പ് ലോസ് വരുന്നത്, ടാർഗറ്റ് വരേണ്ടത്. ഇപ്പൊ നേരത്തെ ആരോ ചോദിച്ചത്, ധനരാജനെ ചോദിച്ചത്, ഇതിന്റെ താഴോട്ടേക്ക് ഏറെക്കുറെ വെക്കാം. ക്ലിയർ ആയോ ധനുരാജ്? ക്ലിയർ ആയി. പക്ഷെ SL കുറച്ച് ഞാൻ SL വലുതാണ്. 1:1 1:2 കിട്ടുള്ളൂ. SL വലിയ SL ആണ്. അത് ഒഴിവാക്കാണ് നല്ലത്. ഇന്നിപ്പോ കാലത്ത് ഞാൻ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ SL വെച്ചിട്ട് ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞില്ലേ അനാലിസിസിൽ. അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് അടിച്ചത്. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും എടുത്തിരുന്നോ? അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാണ് എടുത്തിരുന്നത് അടിച്ചത്. അതെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എന്റെ അടിച്ചു പോയി. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് SL വെച്ചിട്ട് പണി കിട്ടും. കറക്റ്റ് അതിൽ നിന്നാണ് കയറിപ്പോയത്. ഇതാണ് ആദ്യം പറഞ്ഞിരുന്ന SL ഇവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു ലെവൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇത് ഇവിടെയൊക്കെ ആയിരിക്കും, അത് വലിയ SL ആണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് വലിയ ഇതാണ്, അപ്പൊ കിട്ടില്ല. ഇതല്ലേ ഇതിനെ കൊണ്ട് കുറച്ച് മുകളിലായി വെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ എവിടെ എങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇതിന്റെ താഴെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത്. ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നോക്കിയിട്ട് കാണാം, ഇവിടുന്ന് കയറിപ്പോകും. ഇന്ന് അത്യാവശ്യം നല്ലൊരു ട്രേഡ് ആയിരുന്നു. അത് നല്ല ട്രേഡ് ആയിരുന്നു അല്ലേ? അത് കിട്ടുകയാണെങ്കിൽ ഗംഭീര ട്രേഡാണ്. അപ്പോ ഇതാണ് ഇപ്പൊ അഷ്റഫ് ചോദിച്ചത് തന്നെയല്ലേ? അത് വേറെ എന്തെങ്കിലും ചോദിച്ചോ? എനിക്ക് ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ലേ? അതാ ഞാൻ പറഞ്ഞു, ചോദിച്ചു മനസ്സിലായില്ലേ? അതാണ്. അല്ല ഞാൻ പറഞ്ഞത് നമ്മളിപ്പം സാറ് പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ സെയിം അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസ് എടുത്തിട്ടാണല്ലോ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് എന്ന്. അതെ, അധികം ഒന്നും മറ്റൊരു ഇംബാലൻസിലേക്ക് എത്തില്ല. ഇംബാലൻസ് ആൻഡ് സപ്പോർട്ടിലേക്ക് എത്തിയില്ലേ? പക്ഷെ ആ ഇവിടെ താഴെ സാറ് പറഞ്ഞ ഇംബാലൻസ് ചെറിയ ടൈം ഫ്രെയിമിന്റെ അല്ലേ? അപ്പൊ അതും അത്രയും സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുമോ സാർ? ഇത് ചെറിയ ടൈം ഫ്രെയിമിന്റെ ആണ്, 1 ഹവറിന്റെ അല്ലത് അല്ലേ? അല്ല സാർ നേരത്തെ ഒരു 5 മിനിറ്റ്സിന്റെ പറഞ്ഞു. അപ്പൊ അത് 5 മിനിറ്റ്സ് 1 ഹവറിന്റെ ഉള്ളിൽ വരുന്നല്ലേ? അതെ, 5 മിനിറ്റ്സ് 1 ഹവറിന്റെ ഉള്ളിൽ വരുന്നല്ലേ? എന്താണ് അഷ്റഫ് മനസ്സിലാവാത്തത്? ഇത് മുഴുവൻ 1 ഹവറിന്റെ ഒരു ഇംബാലൻസ് ആണ്. 5 മിനിറ്റിന്റെ പറയുമ്പോൾ മാത്രമേ ഞാൻ അത് നോക്കിയത്. എനിക്ക് മനസ്സിലായി ഇപ്പം അത് 1 ഹവറിന്റെ ഇംബാലൻസ് ആണ് ഇപ്പൊ എടുത്തേക്കുന്നത്. 1 ഹവറിന്റെ ഇംബാലൻസ് ആണ്. 5 മിനിറ്റ്സിലും ഉണ്ട് എന്ന് മാത്രം, മനസ്സിലായോ? 5 മിനിറ്റ്സിലും ഉണ്ട് അവിടെ. 5 മിനിറ്റ്സ് ഉണ്ട്, 1 ഹവറും ഉണ്ട്. 1 ഹവറിന്റെ ആണ്, ഹയർ ടൈം ഫ്രെയിമിന്റെ അല്ലേ? അപ്പൊ ഒന്നും എന്ത് ചെയ്യും, അടുത്തൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് അന്വേഷിച്ചു പോകും അല്ലേ? അത് പെട്ടെന്ന് മൂവ്മെന്റ് വരുന്നത്, അതായത് ന്യൂസിന് മുന്നേ ഉണ്ടായ ഒരു മൂവ്മെന്റ് വരുന്നത്. അന്വേഷിച്ചു 3 പോകും. മിനിറ്റ്സിന്റെ ഉള്ളിൽ വന്നത്. അപ്പൊ നോക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് ഇപ്പൊ 5 മിനിറ്റ്സിന്റെ നമ്മൾ നേരത്തെ നോക്കുന്ന സമയത്ത് എന്താണ് ഇവിടെ ഒരു ഇതുണ്ട്, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, സപ്പോർട്ട് പിക്കപ്പ് ഈ ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടുന്നാണ് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞത്. അതാ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. നമ്മുടെ സ്ട്രാറ്റജിയിലും വരാം. കാരണം എന്ന് വെച്ചാൽ വരച്ച് കുറച്ച് നേരം നിന്ന് ചിലപ്പോൾ പിടിക്കുക വന്നു കഴിഞ്ഞാൽ എൻട്രി ഉണ്ട്. സ്ട്രാറ്റജി അല്ലാത്ത എൻട്രി ഉണ്ട് ഇവിടുന്ന്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ്. ഇപ്പൊ ധൈര്യമുള്ള ആൾക്ക് ഇവിടേക്ക് വെക്കാം. 19 കിട്ടുന്നുണ്ട്, 1:2 കിട്ടുന്നുണ്ട്. സോറി, ഇതാണ് സ്റ്റോപ്പ് ലോസ്, ഇതാണ് ടാർഗറ്റ്. ധൈര്യമുള്ള ആൾക്ക് ഇവിടെ വയ്ക്കാം. കാരണം എന്ന് വെച്ചാൽ വെക്കാൻ പറ്റാനില്ല. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴത്തേക്കൊക്കെ ഇറങ്ങും. ധൈര്യമില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാം, എടുക്കാതിരിക്കാം, അത്രേ പറയാം. സാറേ ഒരു സംശയം. സാറേ BTCയില് സെല്ല് വരുന്നുണ്ട് സാറേ നമ്മുടെ സ്ട്രാറ്റജിയില് 50 മിനിറ്റില്. അത് പക്ഷേ സാറ് പറഞ്ഞ പോലെ സ്ട്രോങ് ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. ഭയങ്കര അത് എന്തിന്റെ വയസ്സ് ഐസ് വരുന്ന ബൈ എടുക്കാനാണോ സെല്ല് എടുക്കാനാണോ ഉദ്ദേശം?
ബൈ എടുക്കാനാണോ സെല്ല് എടുക്കാൻ ഉദ്ദേശിച്ചത്? ചോദ്യം ചോദിച്ച ആളെന്താ ഉദ്ദേശിച്ചത്? ബൈ സാറേ എടുക്കാനാണോ സാറേ സെല്ല് സെല്ലാണ് ഉദ്ദേശിച്ചത്, സെല്ലാണ് ഉദ്ദേശിച്ചത്. സെല്ല് എടുക്കണ്ട. കാരണം എന്താ വെച്ചാൽ സ്ട്രോങ് ഏരിയയിലല്ലേ ഏരിയ, വന്നിരിക്കുന്നത്. സ്ട്രോങ് ഏരിയ. ആ ഓക്കെ സാർ, അതല്ല. ഫോറോണിന്റെയാണ്. ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഉള്ള സ്ട്രാറ്റജി ഒന്നുമല്ല. നിങ്ങൾ ഏരിയ കണ്ടുപിടിക്കാൻ നോക്കിയാൽ സ്ട്രോങ് ഏരിയ ആണ് ഓക്കെ അല്ലെ? ഓക്കെ, അതെ. അല്ല, ഇവിടെ വന്നു മൾട്ടിപ്ലൈ ആയിട്ട് വന്നു. ഇതൊന്ന് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എന്തായാലും ഇവിടെ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് ആക്ട് ചെയ്യും. അപ്പോൾ സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ ശരി ഇവിടെ സാർ. നിന്ന് ഇവിടുന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി എന്താണ്? ഹൈ, ഐ മീൻ ഒരു വലിയ ട്രേഡിനൊക്കെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബി ടി എസ്. വലിയ ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ 50 മിനിറ്റ്സിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ കഴിഞ്ഞ ദിവസം ബി ടി സിയിൽ ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരുടെ ലൈവിൽ ഇരിക്കുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ സ്ട്രാറ്റജി ബൈക്ക് നോക്കാം. ബൈയിൽ നോക്കാം. ഇവിടുന്നോ ഇങ്ങനെ ബൈയിൽ നോക്കാം. 2 3 ഇതിൽ വരുന്ന സമയത്ത് ബൈയിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ടാർഗറ്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് ഞാൻ 60 മിനിറ്റ്സിന്റെ ആണ് ഇവിടം വരെയൊക്കെ 96 വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. കാരണം ഇവിടുന്ന് ഒരു റിയാക്ഷൻ വരും കേട്ടോ. കാരണം ഒരു സപ്ലൈ സോൺ ആണ്. അത് ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് റിയാക്ഷൻ വരും. അപ്പൊ ഇവിടുന്ന് റിയാക്ഷൻ നോക്കിയതിന് ശേഷം ട്രേഡ് എടുത്താൽ മതി. ഇവിടുത്തെ റിയാക്ഷൻ അത് ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ വരിക. ഈ സെല്ല് എടുക്കണമെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിച്ച പോലെ സെല്ല് എടുക്കണമെങ്കിൽ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏരിയനെ ബ്രേക്ക് ആണ്. നമുക്ക് 1 ഹവറിലേക്ക് പോകാം. ഈ ഏരിയനെ ബ്രേക്ക് നടന്നു കഴിഞ്ഞ് മാർക്കറ്റ് ഒന്ന് റീടെസ്റ്റ് ചെയ്യണം. റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് കൊടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെല്ല് ഏറെക്കുറെ ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യും. ഈ ലോയിനെ ബ്രേക്ക് ചെയ്യും. ഈ ലോയിൽ നമ്മൾ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്തു. ആ ലോയല്ല കേട്ടോ. ഇവിടെ വരെ എത്തും കേട്ടോ. നമുക്ക് വേറെ വരെ സെല്ലിലേക്ക് ആവണം വരെ വരും. ഇതിനെ ബ്രേക്ക് ചെയ്യാൻ 85 ഏരിയയിലാണ് എത്തുന്നത്. നമ്മുടെ എക്സ്പെക്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടാവും അവിടേക്ക് എത്താനുള്ള സാധ്യത. അല്ല ബൈയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നുണ്ട്. അതിനെ ക്ലോസ് ചെയ്യണം. ഐ മീൻ ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം. സെല്ല് ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ സെൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. റീടെസ്റ്റ് നോക്കാം. അങ്ങനെ അവിടെ വരെ അല്ല, താഴെ വരെ പോകാം. 85 വരെ 85 86 വരെ 86 വരെയൊക്കെ എടുക്കാം. അതിനുണ്ട്. അപ്പൊ അങ്ങനെ ബി ടി സിറ്റ് ഇതാണുണ്ടോ കേട്ടോ. ഇത് എടുക്കണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് എടുക്കേണ്ടതെന്ന്. ചിലപ്പോ ഇത് സക്സസ് ആവും. ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. ചിലപ്പോൾ ഇത് സക്സസ് ആവും. പക്ഷെ നമുക്ക് ഓൾറെഡി എന്താണ് ഈ ഏരിയയിൽ പലതവണ എന്ത് വന്നിട്ടുണ്ട്, പലതവണ മാർക്കറ്റ് വന്നിട്ട് റഷ് ചെയ്ത് നല്ലൊരു കൺസോളേഷൻ വന്ന ഏരിയ കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് എടുക്കേണ്ടത്. ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത. പിന്നെ നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പൊ ഇന്നലെ ഞാൻ ഷെഫിനോട് പറഞ്ഞൊരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് ഷെഫിൻ. കാരണം ഇവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ ലോയിന് എടുക്കാൻ സാധ്യതയുണ്ട് ഹൈന് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടാ? സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ. അപ്പോൾ അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നു പറഞ്ഞിട്ടുണ്ടാവും. അടുത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വന്ന മാർക്കറ്റ് അന്നിവിടെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആണോ? റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ചെറുതായിട്ട് ഒന്ന് ഇറങ്ങിയിരിക്കും. റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങി. ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു ഇംബാലൻസിലാണ്. അവിടുത്തെ റിയാക്ഷൻ എങ്ങനെയാന്നുള്ളത് നോക്കണം. ഇംബാലൻസിൽ നിന്ന് എങ്ങനെയാണ് റിയാക്ഷൻ നോക്കണം. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എന്തൊക്കെയാ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്തൊക്കെയാ പറയുന്ന പോലെ തോന്നുന്നു. ഇല്ല, ക്ലിയർ ആണ്. ഞാൻ എന്തൊക്കെയാ പറയുന്ന പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങട്ടെ. എന്നിട്ട് സെല്ല് നോക്കിയാൽ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോ സക്സസ് ആവും. പക്ഷെ എന്നാലും ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങട്ടെ. അത് നോക്കിയാൽ യെസ് ഓയിലും കൂടി നോക്കാം. യെസ് ഓയിലും പറഞ്ഞ പോലെ സംഭവിച്ചല്ലേ. അതൊന്ന് ചാർട്ടിലേക്ക് നോക്കിയിട്ടില്ല. സെല്ല് ചാർട്ടിലേക്ക് നോക്കിയിട്ടില്ല.
ഇതാരെങ്കിലും എടുത്തിരുന്നോ സാറേ ഞാൻ എടുത്തിട്ടുണ്ട് DP അടിച്ചത്. ഇപ്പൊ അടിച്ചല്ലേ? ഞാൻ എടുത്തില്ല, വരച്ചിട്ടായിരുന്നു. ഞാൻ ഇതിലാണെന്ന് അറിഞ്ഞില്ല, ലെവല് മാറി ഞാൻ നോക്കിയപ്പോഴേക്കാ വലിയ ഇത് തുടങ്ങി. അപ്പൊ പിന്നെ തുടങ്ങിയല്ലേ? എടുത്തില്ല, ചാടി കേറിയില്ല. ചാടിക്കാര് ഞാൻ നോക്കിയിട്ടില്ല, എന്നാ ചാർട്ടിലേക്ക് നോക്കിയില്ല. അതുപോലെ തന്നെ കിടക്കണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഇതില്. ഇതിന്റെ അവസ്ഥ നോക്കട്ടെ. ഇതെന്താ പ്രശ്നം എന്നറിയാം. നമുക്ക് ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അതാണ് US ഓയിലിന്റെ പ്രശ്നം. US ഓയിൽ എന്ന് പറഞ്ഞാൽ US ഓയിലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, US ഓയിൽ ഭയങ്കര കുറേ കാലമായിട്ട് നിൽക്കുന്ന ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. വീക്കിലിയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ എത്ര തവണ കയറി ഇറങ്ങുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ വീക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു സപ്പോർട്ട് എടുത്തു. എന്തെടുത്തു? US ഓയിൽ എടുത്തു. വീക്കിലി നോക്കുകയാണെങ്കിൽ കേട്ടോ, നമ്മൾ ഡയലേക്ക് വരുന്ന സമയത്ത് എന്താണ് വീക്ക്നെസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഡയലേക്ക് വരുമ്പോൾ. ഇവിടെ നോക്കിയേ, ഇതിൽ നോക്കുമ്പോൾ എന്താണ്? ഇതിൽ നോക്കുമ്പോൾ മുകളിലേക്കാണ്. ഏതില് നമ്മുടെ 4 ഹവറിൽ നോക്കുമ്പോൾ ഇപ്പൊ 3 ഇത് കിട്ടിയില്ല നമുക്ക്. വീക്കിലി എന്ത് കിട്ടി? വീക്കിലി അപ്പ് കിട്ടി. മറ്റേ ഡേ എന്ത് കിട്ടി? ഡൗൺ കിട്ടി. ഇതിപ്പോ 4 ഹവർ എന്ത് കിട്ടി? അപ്പാണ് കാണിക്കുന്നത്. ഇനി 1 ഹവർ എന്ത് ചെയ്തു? 1 ഹവർ ഒരു കൺസോളേഷൻ ആണ് തന്നിരിക്കുന്നത്, കൺഫ്യൂഷൻ ആണ് തന്നിരിക്കുന്നത്. അവിടെ കിടക്കട്ടെ. 30 മിനിറ്റ്സ് ഒരു കൺഫ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. 50 മിനിറ്റ്സ് ഒരു കൺഫ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ മോളിപ്പോൾ റീടെസ്റ്റ് ചെയ്തത് 5 മിനിറ്റ്സ് കണ്ടില്ലേ? കൺസോളേഷൻ കൺഫ്യൂഷൻ ആണ് വന്നിരിക്കുന്നത്. 3 മിനിറ്റ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഓപ്പർച്യൂണിറ്റി ഇല്ല നമുക്ക്. അതാണ് പ്രശ്നം വരുന്നത്. US ഓയിലിന്റെ പ്രശ്നം വരുന്നത് അതാണ്. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഹയർ ടൈം ഫ്രെയിമിന്റെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു US ഓയിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഹയർ ടൈം ഫ്രെയിം തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, വീക്കിലിയും ഡേയും തമ്മിൽ രണ്ടാണ് കാണിക്കുന്നത്. സാധാരണ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരുവിധം സപ്പോർട്ട് ഉണ്ടാവും. ഐ മീൻ ഒരുപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അത് വീക്കിലിയും ഇത് കാണിക്കുന്നത് രണ്ടായിട്ട് കാണിക്കും. അതാണ് US ഓയിലിന്റെ പ്രശ്നം. US ഓയിലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ US ഓയിൽ നിൽക്കുന്നത് ഇതെന്ന് വെച്ചാൽ ആക്ച്വലി ഇതിന് താഴെയൊക്കെ വീഴുകയാണെങ്കിൽ ഗംഭീര വീഴ്ച വീഴും കേട്ടോ. വീഴ്ച വീഴും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ വല്ലതും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ എന്നാ ശരി എന്നാ. നാളെ കാണാം. ഓക്കെ എന്നാ ശരി എന്നാ. നാളെ കാണാം.